ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ അല്ലേ CUET ചാനലിലേക്ക് QH എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്ന അല്ലേ CUET ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഇന്നിവിടെ കറക്റ്റായിട്ട് 200 മാർക്ക് മേടിക്കാനുള്ള ഒരു കറക്റ്റ് പ്ലാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും തീരുട്ടോ. നമുക്ക് 200 മാർക്കാണ് എന്തിനുണ്ടാവല്ലേ ഇംഗ്ലീഷിൽ നമുക്കുണ്ടല്ലോ. 200 മാർക്കോ സർ? യെസ്, അതിൻ്റെ ഡീറ്റെയിൽ ആണ് തരാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. എങ്ങനെയാണ് CUET എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ മാർക്ക് വരുന്നത് നമ്മൾ നോക്കൂ. നിങ്ങൾ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പറ? 50 ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് പറ 5 മാർക്ക്. അപ്പൊ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടാവും പറ? 250 ഉണ്ടാവും അല്ലേ? എത്ര ഉണ്ടാവും പറ? 250. ബട്ട് നമുക്ക് എത്ര അറ്റൻഡ് ചെയ്യാൻ മതി പറ? 40 മാത്രമേ അറ്റൻഡ് ചെയ്യാനുള്ള അവസ്ഥയെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ 40 ഇൻറ്റു പറ 40 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും പറ? 200 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 200 ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്താൽ 5 മാർക്ക് കിട്ടും. കറക്റ്റ് ആൻസർ ചെയ്താൽ 5 മാർക്ക്. നമ്മൾ ആൻസർ ഇൻകറക്റ്റ് ആയി ചെയ്താലോ നമ്മൾ 1 മാർക്ക് എന്തായി പോകും പറ? മൈനസ് ആയി പോകും. അൺഅറ്റംപ്റ്റഡ്, നിങ്ങൾ ക്വസ്റ്റ്യന് ആൻസർ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലോ നിങ്ങൾ മാർക്ക് എന്തായി മാറും പറ? 0 മാർക്കായി മാറും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും പറ? 50 ക്വസ്റ്റ്യൻ. അതിൽ എത്ര നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ? 40. ആ 40ൽ എത്ര മാർക്കാടാ? 5 മാർക്ക്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടാവും പറ? 200. ഈ 200 വേർഡ്സ് തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ റാൻസ് CUETയുടെ ഈ ഒരു ചാനൽ ലക്ഷ്യം നിങ്ങൾക്ക് 50 മാർക്ക് വേർഡ്സ് തരൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതെങ്ങനെ വാങ്ങും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിവരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ വേണ്ടേ? ആ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിൽ ഒരുപാട് വർഷമായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇംഗ്ലീഷിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിൽ ഒരുപാട് വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള നമ്മൾ SSCൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ PSC ക്ലാസ് എടുക്കുന്നുണ്ട്, ബാങ്കിന് ക്ലാസ് എടുക്കുന്നുണ്ട്. സോ യുവർ ഇംഗ്ലീഷ് ഈസ് സേഫ് ഇൻ മൈ ഹാൻഡ്. ഐ ക്യാൻ ഗിവ് യു ബ്യൂട്ടിഫുൾ ഈസി. അപ്പോൾ നോക്കാം, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. 200 മാർക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളത് നോക്കാടാ. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ. നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലത്? നമുക്ക് കോംപ്രഹെൻഷൻ, റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന ഒരു പാസേജ് തന്നിട്ടില്ലേ? 3 ടൈപ്പ് പാസേജ് ഉണ്ടാവും. ഫാക്ച്വൽ ഉണ്ടാവും, നെറേറ്റീവ് ഉണ്ടാവും അല്ലേ, ലിറ്റററി പാസേജ്. അങ്ങനെ 3 ടൈപ്പ് കോംപ്രഹെൻഷൻ തരും നമുക്ക് റീഡിങ് കോംപ്രഹെൻഷൻ. അപ്പോൾ പാസേജ് എന്നൊക്കെ പണ്ട് നമ്മൾ ചെയ്തില്ലെന്നുണ്ടാ, പാസേജ് വായിക്കുക, അതിന് ആൻസർ ചെയ്യുക. അപ്പോൾ 3 ടൈപ്പ് പാസേജ് മസ്റ്റ് ആണ്. ഏതൊക്കെ ഉണ്ടാവും പറ? ഫാക്ച്വൽ ഉണ്ടാവും, നെറേറ്റീവ് ഉണ്ടാവും അല്ലേ, ഒരു ഫാക്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അല്ലേ, ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ഒരു നെറേറ്റീവ് ഉണ്ടാവും, പിന്നെ ഒരു ലിറ്റററി പാരഗ്രാഫ് ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച്. എന്താണ് ആ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറഞ്ഞു തരുന്നുണ്ട് വാട്ട് ഈസ് ഫിഗർ ഓഫ് സ്പീച്ച് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ പോയം പഠിച്ചില്ലായിരുന്നോ? ഈ പോയം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അലിട്രേഷൻ, അസനൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ പഠിച്ചില്ലായിരുന്നോ? പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ. ദെൻ അനലോഗി. എന്താണ് സാർ അനലോഗി എന്ന് പറഞ്ഞു വെച്ചാൽ? എന്താണല്ലേ അനലോഗി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ? ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കട്ടോ. ഇതാണ് അനലോഗി എന്ന് പറഞ്ഞു വെച്ചാൽ. ഇവിടെ നോക്കൂ, സ്റ്റെം ആയിട്ട് നമുക്കൊരു ചോദ്യം തരും. ക്യാറ്റ് പിന്നെ മൗസ്. ക്യാറ്റ് ഈസ്റ്റ് പറ, ഇവിടെ മൗസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ക്യാറ്റ് മൗസും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്? ക്യാറ്റ് മൗസും തമ്മിലുള്ള ബന്ധം എന്താണ്? ക്യാറ്റ് ആരെ പിടിക്കലുണ്ട് പറ? മൗസിനെ പിടിക്കലുണ്ട്. എന്തിന്? ഭക്ഷിക്കാനായിട്ടൊക്കെ പിടിക്കലുണ്ട്. നമ്മൾ വെക്കാൻ പറ്റില്ലേ? ലയൺ, ടൈഗർ. ലയണ് ഭക്ഷിക്കാനാണോ ടൈഗറിനെ പിടിക്കുന്നത്? ഇല്ല. നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനാണ് പറ? വാമത്തെ ഒരു ഊഷ്മളത കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ഇതും ഇപ്പം ഈ ഒരു കോണ്ടാക്റ്റ് ഇല്ലേ, ഈ ക്യാറ്റും മൗസും നമ്മളൊരു കോണ്ടാക്റ്റ് ഇല്ലേ, ആ കോണ്ടാക്റ്റോടെ വരുന്ന ഏതാ? ബേർഡ് അല്ലേ. പക്ഷി എന്ത് ചെയ്യുന്നുണ്ട് പറ? വോം. നമ്മൾ എന്തിനാ വോം എന്ന് പറഞ്ഞ എന്താ പറ? ബേർഡ് വോമിനെ കഴിക്കുന്ന അല്ലേ, ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, കഴിക്കുന്നത് എന്തിനാണ് പറ? ഭക്ഷണമായിട്ടാണെന്ന്. അപ്പൊ ക്യാറ്റ് മൗസിന് അങ്ങനെ കീപ്പ് ചെയ്യും. ഡോഗ് പറ ഡോഗ് ടെയിൽ വല്ല ബന്ധമുണ്ടോ? നോ. ഇവിടെ ഫുഡായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് പറ ബേർഡ്, വോമൺ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് പറ? സി ആണ് ഇതായിട്ട് എന്ത് ചെയ്യുന്നത് പറ? കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ടൈപ്പിനാണ് അനലോഗി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അനലോഗി എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ സിനണിംസ്, ആന്റണിംസ് ഉണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും സിനണിംസ്, ആന്റണിംസ് അല്ലേ, ഒരേ സെയിം ആയിട്ടുള്ള വേർഡ് വരുന്നത്, ഓപ്പോസിറ്റ് വേർഡ് വരുന്നത്. അതൊക്കെ എങ്ങനെ സാറേ പഠിക്കാം? അവിടേക്കാണ് നമ്മൾ മാർക്ക് പോകാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അതിന് വൊക്കാബ്സ് എങ്ങനെ പഠിക്കണം എന്ന് പറയുന്ന ഈ സിനണിംസ്, ആന്റണിംസ് പഠിക്കുന്നത് ഒരുപാട് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ തലേനെ എന്ത് ചെയ്യരുത്, ഹെഡേക്ക് ഉണ്ടാക്കരുത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നത് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഐ നോ ദാറ്റ്. അപ്പോൾ നമുക്ക് എത്രണ്ണം പഠിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഞാൻ പറഞ്ഞിട്ട് എത്രണ്ണം പഠിക്കണം എന്നുള്ള അത് പഠിച്ചാൽ മതി, അതിനേ വരുള്ളൂ. അതെന്താ സാർ അത്ര ഉറപ്പുള്ളത്? ഓപ്ഷനിൽ
നമ്മൾ കാണാൻ പറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫിൽറ്ററിങ് വരെ നടക്കും കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് സിസ്റ്റം ഞാൻ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. പൊതുവേ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ചോദിക്കാറുള്ളത് ഇച്ചിരി ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്നാണ് പൊതുവേ എന്തെങ്കിലും ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ചോദിക്കല്. ഇത് പറഞ്ഞ CUT എന്ന് പറയുന്നത് നമ്മൾ CUT അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കോമൺലി ചോദിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എക്സാമിന് പൊതുവേ ചോദിക്കുന്ന കുറച്ച് SSCക്കും അതുപോലെ തന്നെ ബാങ്കിനൊക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നിയമം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വാട്ട് യു മീൻ ബൈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്വയം ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ സ്വയം മരിക്കാൻ എന്താ നമ്മൾ പറയാം? സ്വയം മരിക്കുക പറ. സൂയിസൈഡ് നമ്മൾ പറയില്ലേ, സൂയിസൈഡ് എന്ന് പറയും. നമ്മളെ ഫാദറിനെ കൊല്ലുകയാണെങ്കിൽ എന്താ ഇംഗ്ലീഷ് പറ പാട്രിസൈഡ്. മദറിനെ കൊന്നാലോ പറ മാട്രിസൈഡ്. സിസ്റ്ററിനെ കൊന്നാലോ സൊറോറിസൈഡ്. ബ്രദറിനെ കൊന്നാലോ ഫ്രാട്രിസൈഡ്. ഫ്രണ്ടിനെ കൊന്നാലോ അമിക്കിസൈഡ് എന്ന് പറയും, അമിസിസൈഡ് എന്ന് പറയും കേട്ടോ. ദെൻ ഒരു വയസ്സായ ആളെ കൊന്നാലോ സെനിസൈഡ്. പെസ്റ്റിനെ കൊന്നാലോ പറ പെസ്റ്റിസൈഡ്. ഫംഗസിനെ കൊന്നാലോ ഫംഗിസൈഡ് എന്ന് പറയുന്ന ഒരുപാട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ഏത് ഏരിയ ചിലപ്പോൾ ഗവൺമെന്റിനെ കുറിച്ച് കാര്യം ചോദിക്കില്ലേ, ലാക്ക് ഓഫ് ഗവൺമെന്റിന് പറയുന്ന പേരെന്താ പറ, അനാർക്കി എന്നാ പറയാ. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടോ നമുക്ക്. അപ്പോൾ ഈ സ്പെല്ലിംഗ് ഒക്കെ എങ്ങനെ സാറേ പഠിക്കുക? ഒരു എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കൂ, ലെഫ്റ്റനന്റ് എന്ന് പറയുന്ന സാധനം, ലെഫ്റ്റനന്റ് ഒരു ട്രിക്ക് ആട്ടോ. ഈ ട്രിക്കിൽ പഠിച്ചാൽ മതി എന്ന്. ഇപ്പൊ നോക്കൂ, ലൈ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കിടക്കുക എന്നർത്ഥം. യു എന്ന് പറഞ്ഞാലോ നീ അല്ലേ. ടെൻ എന്ന് പറഞ്ഞാലോ 10. ആൻഡ് എന്ന് പറഞ്ഞാലോ ഉറുമ്പ്. അപ്പൊ നമ്മളിത് പഠിക്കാൻ വേണ്ടി പോവാട്ടോ. ലൈ യു ടെൻ ആൻഡ്. നമ്മളെങ്ങനെ പറയാ? ലൈ യു ടെൻ ആൻഡ്. ദാറ്റ് മീൻസ് കിടക്ക് നീ 10 ഉറുമ്പേ. എങ്ങനെ പറയാ? കിടക്ക് നീ 10 ഉറുമ്പേ. അങ്ങനെ പഠിച്ചാൽ പോരെ. കണ്ട, ലൈ യു ടെൻ ആൻഡ്. വായിക്കാൻ എന്താണ് പറ? ലെഫ്റ്റനന്റ്. എങ്ങനെ വായിക്കാൻ പറ? ലെഫ്റ്റനന്റ്. അപ്പൊ ഇങ്ങനെയാണ് സ്പെല്ലിംഗ് നമ്മൾ പഠിക്കലുണ്ട്. വേറെ നോക്കിക്കോളൂ, അസാസിനേഷൻ അല്ലേ. എങ്ങനെ പഠിക്കുക? ആസ് പറ. ആസ്. ഐ നേഷൻ. എങ്ങനെ പഠിക്കുക? ആസ് ഐ നേഷൻ. 2 S ഉണ്ടാവും കേട്ടോ. ആസ് എന്ന് പറഞ്ഞാൽ കഴുത, വീണ്ടും കഴുത, ഐ ഞാന്, നാഷൻ രാജ്യം. അപ്പോൾ 2 കഴുതയും ഞാനും രാജ്യം എന്ന് പഠിച്ചാൽ എന്ത് കിട്ടും പറ? അസാസിനേഷൻ എന്ന് കിട്ടും. ഇങ്ങനെ കുറേ ട്രിക്കി വേർഡ്സ് ഉണ്ട്. ഒരുപാട് നല്ല ഐഡിയാസ് വെച്ചിക്കാണ്ട് ഒരിക്കൽ പഠിച്ചു ജന്മത്തിൽ നിങ്ങൾ മറക്കാത്ത രൂപത്തിൽ. എക്സാമ്പിൾ ഒന്നുകൂടെ കണ്ടോളൂ. നമ്മൾ മെയിൻ്റനൻസ് എങ്ങനെ പറ? മെയിൻ, പ്രധാനപ്പെട്ട അല്ലേ. സോറി, മെയിൻ്റനൻസ് അല്ല, ഈസി മെയിൻ്റനൻസ് ഒക്കെ. സൂപ്രണ്ട് എന്ന് എങ്ങനെ പറയാം കേട്ടോ? സൂപ്രണ്ടാണ്. സൂപ്പർ ആണ്, സൂപ്പർ. ഇൻ ടെൻ ഡെന്റ്. ഇൻ ടെൻ ഡെന്റ് അല്ലേ. 10 പല്ലിൽ പറ. 10 പല്ലിൽ സൂപ്പർ ആണ്, സൂപ്പർ ഇൻ ടെൻഡന്റ്. ഇങ്ങനെ ഒരുപാട് ട്രിക്കി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ മറക്കാൻ നോക്കിയാലും മറക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യും പറ, ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ദെൻ സ്പെല്ലിംഗ് അങ്ങനെ. ദെൻ പാരാ ജമ്പിൾഡ് അല്ലേ, ജമ്പിൾഡ് ആയിട്ടുള്ള ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും? അതിനൊക്കെ ഒരുപാട് ട്രിക്സ് ഉണ്ടടാ. ആ ട്രിക്ക് നമുക്ക് കീപ്പ് ചെയ്ത് നമ്മൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ്. ഈ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയോ? സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വെച്ചാൽ അല്ലേ, നമുക്ക് നോക്കട്ടോ. ഷീ സാറ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ. പാരാജമ്പിൾഡ് ഒക്കെ എങ്ങനെ വരും നോക്കിക്കോ. ഷീ സാറ്റ് ഡാഷ്. ഷീ സാറ്റ് പറ ഡാഷ്. ഇവിടെ ഞാൻ ഒരു ഓപ്ഷൻ കൊടുക്കാം കേട്ടോ. ഒരു ഓപ്ഷൻ കൊണ്ടോളൂ. പിന്നെ ഇൻ ദ കോർണർ, ഇൻ ദ കോർണർ, ഇൻ ദ കോർണർ, ഇൻ ദ കോർണർ. കാമുലി, കാമുലി, കാമുലി. ഫോർ 2 hours. ഫോർ പറ 2 hours. 2 മണിക്കൂറോളായിട്ട് ഓൾ എന്ത് ചെയ്യാണ് പറ, ഓള് ഒരു മൂലക്കിൽ ഇങ്ങനെ ശാന്തമായിട്ട് ഇരിക്കുകയാണ് എന്ന്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യുക അല്ലേ? ABC അല്ലെങ്കിൽ PQR. ഈ PQR എങ്ങനെ ഇവിടെ ഓർഡർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു ഓർഡർ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. MPT എന്നാണ് ഓർഡർ. എങ്ങനെ പറയാം? MPT. ആദ്യം മാനർ പറയാം, പിന്നെ പ്ലേസ് പറയാം, പിന്നെ ഇത് പറയാം, ടൈം പറയാം. അപ്പം നമ്മൾ ഓർഡർ എങ്ങനെ വരിക? ആദ്യം മാനർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? Q ആണ് വരിക. മാനർ കാമിലി. ഷീ സാറ്റ് പറ കാമിലി. ദെൻ പറ MP. P ഏതാ? പ്ലേസ്. കാമിലി. പിന്നെ ഈ P എന്ന് പറയുന്ന എല്ലായിടത്ത് QP. പിന്നെ ഏതാ പറ? R. അപ്പോൾ ഓർഡർ ഇങ്ങനെ കേട്ടോ, നോക്കിക്കോളൂ. QPR. എക്സാമ്പിൾ ഉത്തരം കേട്ടോളൂ. ഷീ സാറ്റ് കാമിലി. അവൾ എങ്ങനെ ഇരുന്ന് പറ? കാമിലി. ഷീ സാറ്റ് കാമിലി ഇൻ ദ കോർണർ, ഇൻ ദ കോർണർ, ഇൻ ദ കോർണർ
for 2 hours. എങ്ങനെ പറയാം? for 2 hours. ഈ ഒരു സീരീസ് നമ്മൾ എന്തെങ്കിലും പഠിക്കണം എന്ന്. അപ്പോൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ശരിക്കും കറക്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. നിങ്ങൾ ഒരു മാർക്കും പോകില്ല. 200 ഔട്ട് ഓഫ് 200 അല്ലേ? 200 ഔട്ട് ഓഫ് 200 നമ്മൾ നേടിയിരിക്കും. ദെൻ സ്പോട്ട് എറേഴ്സ്, ഇറ്റ്സ് ഈസി ആടാ. സ്പോട്ട് എറേഴ്സിനുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ SSCൻ്റെ ബാങ്കിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ തുളുമ്പി കളിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ സെലക്ട് കറക്റ്റ് സെൻറ്റൻസ്, കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതുണ്ടാവും. ഈസി, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് വെച്ചിട്ട് കുറേ ട്രിക്സ് ഉണ്ടാക്കി കണ്ടുപിടിക്കാനുള്ള ആ ട്രിക്കിലൂടെ നമുക്ക് കയറി പോവാം. അപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് 12 ടൈപ്പ്: പാസേജ്, ഫിഗർ ഓഫ് സ്പീച്ച്, അനലോഗി, സിനോണിംസ്, ആനോണിംസ്, ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പെല്ലിംഗ്, പാരാജമ്പിൾഡ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെന്റ്, സ്പോട്ടിംഗ് എറേഴ്സ്, സെലക്ട്, കറക്റ്റ് സെൻറ്റൻസ് പറയുന്നത് ഇത്ര ഏരിയ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യൻസിൽ. അനലോഗി എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് അല്ലേ? ദെൻ നമ്മൾ CUET കഴിഞ്ഞ് 2020 വന്നിട്ടുള്ള 2022 വന്നിട്ടുള്ള നമ്മളെ ഒരു രീതിയാണ് ഏതൊക്കെ ഏരിയ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ പാസേജ് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ? നമ്മൾ പാസേജ് ക്വസ്റ്റ്യൻസ് എത്രണ്ണം പറഞ്ഞു? 3 പാസേജ് തന്നില്ലായിരുന്നടാ. ഇങ്ങനെ പാസേജ് ക്വസ്റ്റ്യൻ 36% എന്ന് തന്നെയാണ് പറ പാസേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല കേട്ടോ. 36%. നോക്കൂ, വൊക്കാബുലറി പാർട്ടാണ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവില്ല പറ? 40% നമുക്ക് എന്താണ് പറ? വൊക്കാബുലറി പാർട്ടാണ്. 40%. ഗ്രാമർ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് 8% ആണ് എന്തുള്ളത് പറ? ഗ്രാമർ പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. വെർബൽ എബിലിറ്റി, വെർബുകളെ കുറിച്ച് നമുക്ക് അറിയോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ? ഒരുപാട് ടൈപ്പ് വെർബ് ഉണ്ട്. ഏതൊക്കെ വെർബ് ഉണ്ട് നമുക്കറിയാൻ പറ്റും പറ? മെയിൻ വെർബ് ഉണ്ട്, പിന്നെ ഓക്സിലറി വെർബ് ഉണ്ട്. മെയിൻ വെർബ് ഉണ്ട്, പിന്നെ ഓക്സിലറി വെർബ് ഉണ്ട്. പിന്നെ ഈ മെയിൻ വെർബ് തന്നെ എത്ര ഉണ്ട് പറ? ഫൈനൈറ്റ് ഉണ്ട്, നോൺ ഫൈനൈറ്റ് ഉണ്ട്. ദെൻ പിന്നെ അതിൽ തന്നെ എന്തുണ്ട് പറ? ട്രാൻസിറ്റീവ് ഉണ്ട്, ഇൻട്രാൻസിറ്റീവ് ഉണ്ട്. പിന്നെ വെർബിന് റെഗുലർ ഉണ്ട്, ഇറഗുലർ ഉണ്ട്. ഈ നോൺ ഫൈനൈറ്റിൻ്റെ വേർഡ് 3 വരുന്നുണ്ട്. ഏതൊക്കെ? ജെറണ്ട് വരുന്നുണ്ട്, പിന്നെ ഇൻഫിനിറ്റീവ് വരുന്നുണ്ട്, പിന്നെ ജെറണ്ട്, ഇൻഫിനിറ്റീവ്, പാർട്ടിസിപ്പിൾ. ഇൻഫിനിറ്റീവ് 2 ഉണ്ട്. 2 ഇൻഫിനിറ്റീവ് ഉണ്ട്, ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്. അതൊക്കെ ഒരു ട്രീ വെച്ച് കണ്ട് പഠിപ്പിച്ചാൽ ഒരു ഏറിപ്പോയാൽ ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ് മതി. ജെറണ്ടൊക്കെ ഇവിടെ ഉപയോഗിക്കുക എന്നുള്ളത് അരമണിക്കൂറിൻ്റെ ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെർബിൻ്റെ ടോട്ടൽ ടോപ്പിക്ക് തീർക്കാൻ പറ്റും കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നൈസായിട്ട് എടുത്തു തരാൻ പറ്റും കേട്ടോ. നിങ്ങളെ ഒരിക്കലും നിങ്ങളെ മാർക്ക് എന്ത് ചെയ്യില്ല, പോകില്ല. ശ്രദ്ധിച്ചോളൂ. ഹൗ ടു അപ്രോച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസിന് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് നോക്കിക്കോളൂ നിങ്ങൾ. ഗ്രാമർ പാർട്ട്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് നമുക്ക് മനസ്സിലാക്കണം. സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ഇല്ലേ? സംഗതി 8 മാർക്ക് 8% ഉള്ളെങ്കിലും എന്താണ് സബ്ജക്റ്റ് വെർബ്? ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. രാജു വിത്ത് ഹിസ് ഫ്രണ്ട്സ്. രാജു പറ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. രാജു വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കമ്മിങ്. ഈസ് ആണോ ആറാണോ വരിക? ഈസ് ആണോ ആറാണോ വരിക? രാജു വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഇവിടെ ഫ്രണ്ട്സ് ഇല്ലേ? ഫ്രണ്ട്സിനെ എടുക്കേണ്ടത്, രാജുവിനെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കും വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, ഫോളോവ്ഡ് ബൈ, അക്കമ്പനീഡ് ബൈ, റാദർ ദാൻ, ബിസൈഡ്സ്, ഇൻക്ലൂഡിങ്, എക്സ്ക്ലൂഡിങ്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്. ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ വെച്ച് 2 നൗണുകളെ ബന്ധിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ നൗണിനനുസരിച്ച് എടുക്കേണ്ടത് ഇതാണ് നമ്മൾ പഠിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയാം, രാജു വിത്ത് ഈസ് ഫ്രണ്ട്സ് പറ, ഈസ് കമ്മിങ് എന്നാണ് പറയാന്ന് പറയുന്ന ഒരു നേക്ക് ഉണ്ട് ഇതിനൊക്കെ. ആ നേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. ആർട്ടിക്കിൾസ് എന്താ പറ? ആർട്ടിക്കിൾസ് 2 ടൈപ്പ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാ പറ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറ? ഒന്ന് ദാന്നുണ്ട്, പിന്നെ ഏതാണ്? എ ഉണ്ട് പറ, ആൻ ഉണ്ട്. ഇത് ദാന്റെ അർത്ഥം എന്താ? ആ അല്ലെങ്കിൽ പറ ഈ എന്നാണ് അർത്ഥം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ആ അല്ലെങ്കിൽ പറ ഈ. ഇത് ദാന്നും വായിക്കുക, ദീന്നും വായിക്കുക. ദാന്നും വായിക്കുക, ദീന്നും വായിക്കുക. എവിടെ ദീന്ന് വായിക്കല്ലേ? ദീന്ന് വായിക്കല്ലേ? വൊവൽ സൗണ്ട്സിന്റെ മുന്നിലാണെങ്കിലാണ് ദീന്ന് വായിക്കുക. അങ്ങനെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിളിൻ്റെ ഒരു ക്ലാസ്. ദി ആപ്പിൾ, ദി ഐസ്ക്രീം, ദി ഓറഞ്ച് എന്നാ പറയാ. ദ കാർ, ദ റാറ്റ്, ദ മാറ്റ്, അങ്ങനെ പറയാം കേട്ടോ. പ്രൊനൗൺസിയേഷനിൽ നമുക്ക് പഠിക്കാനില്ല, ബട്ട് അതിൻ്റെ യൂസേജ് നമ്മൾ പഠിക്കാനുണ്ട്. ഒരുപാട് യൂസേജ് ഉണ്ട്. ഫേമസ് ഹോട്ടൽ, മൊണ്യൂമെൻറ്റ്സ് അല്ലേ, അതുപോലെ തന്നെ ഡെസേർട്ട്, പിന്നെ ഷിപ്പ്, ട്രെയിന്, അതുപോലെ തന്നെ നമ്മൾ ടൈറ്റിൽസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്, പിന്നെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, പിന്നെ സീസ്, അങ്ങനെ ഒരുപാട് സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം പറ? ദാ നമ്മൾ ഉപയോഗിക്കണമെന്ന്. ദൈവത്തിന് മുമ്പിൽ ദാ ഉപയോഗിക്കൂല. ദ ഗോഡ് എന്ന് പറയില്ല, ഗോഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. എലോൺ മസ്ക് സെൻഡ് എ റോക്കറ്റ് ടു സ്പേസ് എന്നേ പറയുള്ളൂ, ടു ദ സ്പേസ് എന്ന് പറയില്ല. ഇങ്ങനെ ഒരുപാട് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ആർട്ടിക്കിളിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. പ്രിപ്പോഷൻ ഒബ്വിയസ്ലി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പ്രിപ്പോഷനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? നോ, സി നമ്മൾ എപ്പോഴും പറയില്ലേ, വി ഡിസ്കസ്ഡ് ഡാഷ് ഇന്ത്യ. വി ഡിസ്കസ്ഡ് പറ
എബൌട്ട് ഇന്ത്യ നമുക്ക് പറയാൻ തോന്നുന്നില്ലേ? പറയരുത്. വി ഡിസ്കസ്ഡ് ഇന്ത്യ എന്നേ പറയാൻ പറ്റുള്ളൂ. എക്സ്പ്ലെയിൻഡ് എബൌട്ട് ഇന്ത്യ നമുക്ക് പറയാൻ പറ്റൂല. എക്സ്പ്ലെയിൻഡ് ഇന്ത്യ എന്നേ പറയാൻ പറ്റുള്ളൂ. അതെന്ത് എബൌട്ട് ഉപയോഗിക്കാൻ പറ്റൂല? അതെന്താ അങ്ങനെ? അതാണ് പ്രിപ്പോഷൻ നമുക്ക് പഠിക്കാനുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ടെൻസസ് എത്ര ടെൻസ് ഉണ്ട് പറ? 12 ടെൻസ് ഉണ്ട്. ഒബ്വിയസ്ലി പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ നമുക്കറിയാൻ പറ്റും. അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇല്ലേ? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടടാ. ബട്ട് വളരെ സിമ്പിളായിട്ട് ട്രിക്കായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ടൊരു കഥയൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? പക്ഷേ എങ്ങനെയാണ് നമ്മൾ ടെൻസ് പഠിക്കുക? അപ്പോൾ ടെൻസ് വളരെ സിമ്പിളാണ്. സിമ്പിളാണെന്നോ? എങ്ങനെ സിമ്പിളാണ് സാറേ? നീ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിന് വാ. അപ്പോൾ പ്രസൻറ്റ് എന്താണ് പറ? സിമ്പിൾ എന്തായി മാറാ? കണ്ടിന്യൂസ് ആയി അല്ലേ? നീ കണ്ടിന്യൂസ് ആയിട്ട് വാ. കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ യെസ് നീ പെർഫെക്റ്റ് ആവും. അപ്പം എന്തായി? സിമ്പിളായി, കണ്ടിന്യൂസ് ആയി, പിന്നെ എന്തായി പറ? പെർഫെക്റ്റ് ആയി. പെർഫെക്റ്റ് ആയാൽ ആ പെർഫെക്റ്റ് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. അതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ സിമ്പിളായി പറ, സിമ്പിളായി, കണ്ടിന്യൂസ് ആയി, പെർഫെക്റ്റ് ആയി, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. അങ്ങനെ 4 3 അപ്പോൾ 12 ആവും കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, നമ്മൾ പഠിക്കും. ദെൻ കൺജങ്ഷൻ ഉണ്ട്, കൺജങ്ഷൻ, ഈഫ് ഉണ്ട്, വെദർ ഉണ്ട്. വാട്ട് യു മീൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈഫ് ആൻഡ് വെദർ? ഈഫ് ആൻഡ് വെദർ എവിടെ ഉപയോഗിക്കുക? ഈഫും വെദർക്ക് എവിടെ ഉപയോഗിക്കാം? നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഇഫ് ഇന്ത്യ വിൻസ്, ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ, ഇഫ് ഇന്ത്യ വിൻസ്, ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു എ ട്രീറ്റ്, ഞാൻ എനിക്കൊരു ട്രീറ്റ് തരും എന്നാ പറയാം. എന്നാൽ ഇന്ത്യ ജയിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയില്ലേ? ഇഫ് ഇന്ത്യ വിൻസ് ഓർ നോട്ട്, അവിടെ ഈഫ് എല്ലാം ഉപയോഗിക്കുക. അവിടെ എന്താ ഉപയോഗിക്കുക? പറ, വെദറാണ് ഉപയോഗിക്കുക എന്ന് പറയുന്ന കൺജങ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ മൊഡാൽ ഓക്സിലറി വേർബ്സ് ഉണ്ട്. മൊഡാൽ ഓക്സിലറി വേർബ്സ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് മൊഡാൽ ഓക്സിലറി വേർബ്? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ് എന്നൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ. ദെൻ വെർബൽ എബിലിറ്റി എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞേ പറ, അനലോഗി എന്ന് പറയുന്ന സാധനം ഉണ്ട്. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. ഫിഗർ ഓഫ് സ്പീച്ചിൽ റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സ് ഒക്കെ അറിയില്ല എനിക്ക്? കാറ്, പിന്നെ ടാറ് അല്ലേ? കാറ് പറ, ടാറ് അല്ലേ? ഇതാണ് റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഏതാ റൈമിംഗ് സ്കീം? ഇത് അല്ലേ? പിന്നെ റിൽ അവസാനിച്ചാൽ ഇതിന് എന്തെന്ന് പറയാ? എ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. ദെൻ സിമിലി നിങ്ങൾക്ക് അറിയില്ലടാ അല്ലേ? ലൈക്കോ, ആസോ, വെച്ചോ, കമ്പയർ, സിമിലി എന്ന് പറയും. മെറ്റഫർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറയുക? മെറ്റഫർ ഷീസ് ആൻ ഏഞ്ചൽ, ഓളൊരു മാലാഖയാണെന്ന് പറഞ്ഞ് പച്ച നുണ പറയില്ലേ? അതിന് നമ്മൾ മെറ്റഫർ എന്ന് പറയാം. പേഴ്സോണിഫിക്കേഷൻ എന്താ നമുക്കറിയാം? ഒരു വ്യക്തിനെ ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? വ്യക്തിയായിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? പേഴ്സോണിഫിക്കേഷൻ. അലിട്രേഷൻ, അസൊനൻസ്, ഈസി ട്രിക്ക് ഉണ്ട് പഠിക്കേണ്ടതാ. അലിട്രേഷൻ എന്ന് പറയുന്നത് എന്താ? എന്തിൽ അവസാനിക്കുന്നത്? എന്നാണ്. എന്നൊരു കോൺസണന്റ് സൗണ്ട് ആണ്. എന്നെന്താണ് പറ? ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പം റിപ്പീറ്റേഷൻ ഓഫ് എ കോൺസണന്റ് സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ ആണ് പറ. റിപ്പീറ്റേഷൻ ഓഫ് എ കോൺസണന്റ് സൗണ്ടിന്റെ സിംഗിൾ ലൈൻ ആണ് പറ അലിട്രേഷൻ. നോക്കൂ, റെഡ് റോസ് അല്ലേ? റെഡ് റോസ്, റിപ്പീറ്റ് ചെയ്താൽ എന്താണ് പറ? അലിട്രേഷൻ എന്നാ പറയാ. ആക്ടർ ആക്സ്, എങ്ങനെ പറയാ? ആക്ടർ ആക്സ്, ആക്ടർ പറ ആക്സ് അല്ലേ? ആന്ന് റിപ്പീറ്റ് ചെയ്തില്ലേ? അതിനാണ് നമ്മൾ അസൊനൻസ് കണ്ട. ഈ എന്ന് പറഞ്ഞാൽ വൊവൽ സൗണ്ട് അല്ലേ? റിപ്പീറ്റേഷൻ ഓഫ് എ വൊവൽ സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ ആണ് പറ അസൊനൻസ് എന്നൊക്കെ പറഞ്ഞാണ് ഫിഗർ ഓഫ് സ്പീച്ച് നൈസായിട്ട് നമുക്ക് പഠിക്കാടാ. അടുത്ത് വൊക്കാബുലറി പാർട്ടാണ് ന്യൂസ് പേപ്പർ വൊക്കാബ്സ്. ദറ്റ് മീൻസ് നമ്മൾ കുറച്ച് പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ വായിച്ചിട്ട് നമുക്ക് ഐഡിയ കിട്ടാത്ത എന്താണെന്നറിയോ? ഈ ന്യൂസ് പേപ്പറിലുള്ളതൊക്കെ എന്തിലാണെന്ന് പറയടാ? പാസീവ് വോയിസിലാണ്. അപ്പോൾ പാസീവ് വോയിസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഗ്രാമർ പാർട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള നോളജ് മതി, കാര്യം 8 മാർക്കുള്ളൂ. ബട്ട് നിങ്ങൾക്ക് പേപ്പർ വായിക്കാൻ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂട്ടങ്ങൾ, പശുവിനെ കെട്ടിന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എങ്ങനെ പശുവിനെ കെട്ടിന്ന് ഇംഗ്ലീഷിൽ പറയാം? കൗ പറ. ദ കൗ വാസ് ടൈഡ് എന്നാ പറയാ. കൗ വാസ് പറ ടൈഡ്. അങ്ങനെയാണ് പശുവിനെ കെട്ടിന്ന് പറയാന്ന്. കൗ വാസ് ടൈഡ് എന്ന് ഇല്ലേ? നോക്കൂ, പശുവിനെ കെട്ടലുണ്ട് എന്നാണെങ്കിലോ പറ കൗ ഈസ് ടൈഡ് ആണ് പറയാന്ന് അല്ലേ? റൂം ക്ലീൻ ആക്കലുണ്ട് എങ്ങനെ പറയാ? എങ്ങനെ പറയാ? ദ റൂം. നോക്കിക്കോളൂ, ദ റൂം ഈസ് ക്ലീൻഡ് എന്നാ പറയാന്ന്. ഈസ് ക്ലീൻഡ്. റൂം ക്ലീൻ ആക്കലുണ്ട്. റൂമുകളാണെങ്കിലോ പറ റൂംസ് ആർ ക്ലീൻഡ് എന്നാ പറയാ. ക്ലീൻഡ് എന്നാ പറയാന്ന്. റൂംസ് ആർ ക്ലീൻഡ് എന്നാ പറയാന്ന് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറ പേപ്പർ വായിച്ചാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ദെൻ കോമൺലി മിസ്പെൽറ്റ് വേർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? മിസ്പെൽറ്റ് വേർഡ്സ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ അല്ലേ? സെക്രട്ടേറിയറ്റ് എങ്ങനെ എഴുതാ പറ? SECRET, സീക്രട്ട്. സീക്രട്ടായിട്ട് പറ നമുക്ക് അരി കിട്ടും. സീക്രട്ടായിട്ട് നമുക്ക് അരി കിട്ടും അല്ലേ?
അറ്റ് റേഷൻ ഷോപ്പ് അല്ലേ, അറ്റ് ഇവിടെ ഇടാൻ നമുക്ക് തോന്നും, പക്ഷെ ആ ഇടരുത് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് ട്രിക്ക് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ, നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടിൻ്റെ ക്ലാസ് നൈസായിട്ട് ഇംഗ്ലീഷ് നിങ്ങൾ ഇന്നേ വരെ പഠിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. സോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. 200 മാർക്ക് നമ്മൾ അടിച്ചിരിക്കും. സോ ബി വിത്ത് മീ, ഐ വിൽ പിക്ക് അപ്പ് യു. ഞാൻ നിങ്ങളെ പൊന്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ. പൊന്തിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഉയർത്തുക. താങ്ക് യു. ബൈ.